ഹലോ. ഹയർ സെക്കൻഡറി +1 പ്രവേശനം 2025 തേർഡ് അലോട്ട്മെൻറ്റ് റിസൾട്ട് പ്രസിദ്ധീകരിച്ചിരിക്കുന്നു. വിദ്യാർത്ഥികൾക്ക് സ്വയം തന്നെ തങ്ങളുടെ റിസൾട്ട് പരിശോധിക്കാവുന്നതാണ്. www.hscap.kerala.gov.in എന്ന വെബ്സൈറ്റിൽ പ്രവേശിച്ചാൽ വിദ്യാർത്ഥികൾക്ക് ഇങ്ങനെ ഒരു വിൻഡോ കാണാം. ഇതാണ് ഹയർ സെക്കൻഡറി +1 പ്രവേശനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രധാനപ്പെട്ട HSCAP ഗേറ്റ് വേ എന്ന് പറയുന്ന പ്രധാനപ്പെട്ട വിൻഡോ. ഇതിൽ ഇടതുഭാഗത്ത് നീല ലിങ്കിൽ കാൻഡിഡേറ്റ് ലോഗിൻ -SWS എന്ന ലിങ്കിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾ തങ്ങളുടെ യൂസർ നെയിമും പാസ്വേഡും എൻ്റർ ചെയ്തുകൊണ്ട് തങ്ങളുടെ അലോട്ട്മെൻറ്റ് റിസൾട്ട് പരിശോധിക്കാവുന്നതാണ്. യൂസർ നെയിം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നേരത്തെ വിദ്യാർത്ഥികളുടെ കയ്യിലുള്ള 10 ആപ്ലിക്കേഷൻ നമ്പർ തെറ്റാതെ എൻ്റർ ചെയ്ത് നേരത്തെ തയ്യാറാക്കിയ പാസ്വേഡും ജില്ലയും സെലക്ട് ചെയ്ത് ഇവിടെ പച്ച ബട്ടണിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾക്ക് തേർഡ് അലോട്ട്മെൻറ്റ് റിസൾട്ട് പരിശോധിക്കാവുന്നതാണ്. തേർഡ് അലോട്ട്മെൻറ്റ് റിസൾട്ടിൽ എവിടെയെങ്കിലും സ്കൂളുകൾ കിട്ടിയിട്ടുണ്ടെങ്കിൽ വിദ്യാർത്ഥികൾക്ക് ഇങ്ങനെ കാണാം, യു ഹാവ് ഗോട്ട് അലോട്ട്മെൻറ്റ് എന്ന് കാണാം. അവിടെ ഏറ്റവും മുകളിൽ വ്യൂ അലോട്ട്മെൻറ്റ് ലെറ്ററിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾക്ക് തങ്ങളുടെ അലോട്ട്മെൻറ്റ് ലെറ്റർ സ്വയം തന്നെ പ്രിൻ്റ് എടുക്കാനുള്ള അവസരവുമുണ്ട്. ഏതായാലും തേർഡ് അലോട്ട്മെൻറ്റ് റിസൾട്ട് പ്രസിദ്ധീകരിച്ചിരിക്കുകയാണ്. അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾ നിർബന്ധമായും സ്ഥിരപ്രവേശനം നേടേണ്ടതാണ്. താൽക്കാലിക പ്രവേശനം എന്നൊരു സംവിധാനം തേർഡ് അലോട്ട്മെൻറ്റിൽ ഉണ്ടായിരിക്കുന്നതല്ല. നേരത്തെ താൽക്കാലിക പ്രവേശനം നേടിയ വിദ്യാർത്ഥികളെല്ലാം തന്നെ ഏത് സ്കൂളിലാണോ വിദ്യാർത്ഥികൾക്ക് കിട്ടിയത് ആ സ്കൂളിൽ സ്ഥിരപ്രവേശനം നേടേണ്ടതാണ്. വിദ്യാർത്ഥികൾ സ്കൂളിലേക്ക് പോകുമ്പോൾ കൊണ്ടുപോവേണ്ട, പ്രവേശന സമയത്ത് കൊണ്ടുപോവേണ്ട രേഖകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. അതിലേറ്റവും പ്രധാനപ്പെട്ടത് അലോട്ട്മെൻറ്റ് ലെറ്ററാണ്. രണ്ടാമത്തേത് TC അഥവാ ട്രാൻസ്ഫർ സർട്ടിഫിക്കറ്റ്, CC അഥവാ കോൺടാക്ട് സർട്ടിഫിക്കറ്റ്. മറ്റൊരു പ്രധാനപ്പെട്ട സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത് ക്ലബ്ബ് സർട്ടിഫിക്കറ്റുകൾ. മറ്റെന്തെങ്കിലും റിസർവേഷനുമായി ബന്ധപ്പെട്ട സർട്ടിഫിക്കറ്റുകൾ ഉണ്ടെങ്കിൽ അതെല്ലാം വിദ്യാർത്ഥികൾ നേരിട്ട് തന്നെ ഹയർ സെക്കൻഡറി പ്രിൻസിപ്പളിന് ഹാജരാക്കണമെന്ന് അറിയിക്കുന്നു. ആദ്യ 2 അലോട്ട്മെൻറ്റുകളിലും വിദ്യാർത്ഥികൾക്ക് താൽക്കാലിക പ്രവേശനം നേടാനുള്ളൊരു അവസരമുണ്ടായിരുന്നു. എന്നാൽ മുഖ്യ അലോട്ട്മെൻറ്റിലെ അവസാന അലോട്ട്മെൻ്റ് ആയതുകൊണ്ട് തന്നെ ഈ അലോട്ട്മെൻറ്റിൽ എവിടെയാണോ വിദ്യാർത്ഥികൾക്ക് അലോട്ട്മെൻറ്റ് ലഭിച്ചത് ആ സ്കൂളിൽ ആ കോമ്പിനേഷനിൽ നേരിട്ട് പോയി സ്ഥിരപ്രവേശനം നേടണമെന്ന് അറിയിക്കുന്നു. നേരത്തെ മറ്റ് സ്കൂളുകളിൽ പ്രവേശനം ലഭിച്ച വിദ്യാർത്ഥികൾ, താൽക്കാലിക പ്രവേശനം നേടിയ വിദ്യാർത്ഥികൾ അവരുടെ സ്കൂളുകൾ മാറിയിട്ടുണ്ടെങ്കിൽ നേരത്തെ താൽക്കാലിക പ്രവേശനം നേടിയ സ്കൂളിൽ പോയി ബന്ധപ്പെട്ട രേഖകളെല്ലാം വാങ്ങിയതിൻ്റെ ശേഷം പുതിയ സ്കൂളിൽ ജോയിൻ ചെയ്യണമെന്ന് അറിയിക്കുന്നു. അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾ ജൂൺ 16-ാം തീയതി രാവിലെ 10 മണി മുതൽ ജൂൺ 17-ാം തീയതി വൈകിട്ട് 5 മണിക്കുള്ളിൽ തന്നെ പ്രവേശനം ഉറപ്പാക്കണമെന്ന് അറിയിക്കുന്നു. അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടും പ്രവേശനം നേടാത്ത വിദ്യാർത്ഥികളെ തുടർന്നുള്ള ഹയർ സെക്കൻഡറി പ്രവേശന നടപടിക്രമങ്ങളിൽ ഉൾപ്പെടുത്തുകയില്ല. ആയതുകൊണ്ട് പ്രവേശനം ലഭിച്ച വിദ്യാർത്ഥികൾ തങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതാണെങ്കിലും അല്ലെങ്കിലും അവിടെ സ്ഥിരപ്രവേശനം നേടണമെന്ന് അറിയിക്കുന്നു. ഇപ്പോഴും ധാരാളം വിദ്യാർത്ഥികൾക്ക് ഒരു സ്കൂളിലും അലോട്ട്മെൻറ്റ് ലഭിക്കാത്ത വിദ്യാർത്ഥികൾ ഉണ്ടാവാം. അവർ ഒന്നുകൊണ്ടും പേടിക്കേണ്ടതില്ല. അവർക്ക് 2 ദിവസങ്ങൾക്കകം സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ്, അവർക്ക് പ്രത്യേകം പ്രവേശനം എവിടെയും ലഭിക്കാത്ത വിദ്യാർത്ഥികൾ, ഒരു സ്കൂളിലും അലോട്ട്മെൻറ്റ് ലഭിക്കാത്ത വിദ്യാർത്ഥികൾക്ക് സർക്കാർ ഒരു പ്രത്യേക അവസരം ഒരുക്കുന്നുണ്ട്. അതാണ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ്. ആ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിലേക്കുള്ള വേക്കൻസികൾ തൊട്ടടുത്ത ദിവസങ്ങളിൽ ഹയർ സെക്കൻഡറി വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കുന്നതായിരിക്കും. ഏതായാലും പ്രവേശനം ലഭിക്കാത്ത വിദ്യാർത്ഥികൾക്ക് ഇനി സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിലൂടെ പ്രവേശനം ലഭിക്കുന്നതായിരിക്കും. നിലവിൽ പ്രവേശനം നേടിയ വിദ്യാർത്ഥികൾക്ക് ഇഷ്ടപ്പെടാത്ത കോമ്പിനേഷനുകളിലാണ് പ്രവേശനം ലഭിച്ചത് എങ്കിൽ അവർക്ക് മാറാനുള്ള അവസരം പിന്നീട്, അഥവാ സ്കൂൾ ട്രാൻസ്ഫർ, കോമ്പിനേഷൻ ട്രാൻസ്ഫർ പിന്നീട് സൗകര്യം സർക്കാർ ഒരുക്കുന്നതാണ്. ഏതായാലും ഇപ്പോൾ അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾ ഒന്നും തന്നെ നോക്കേണ്ടതില്ല. എവിടെയാണോ പ്രവേശനം ലഭിച്ചത് അവിടെ നേരിട്ട് പോയി പ്രവേശനം ഉറപ്പാക്കണമെന്ന് അറിയിക്കുന്നു. 17-ാം തീയതി വൈകിട്ട് 5 മണിക്കുള്ളിലായി പ്രവേശനം ഉറപ്പാക്കണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. ഓക്കെ, താങ്ക് യു.